ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ തിരിച്ചു പോവുകയാണ്. അമ്മയും പോരുന്നുണ്ട്, പക്ഷെ അമ്മ ഇന്ന് പോരുന്നില്ല, നാളെ പോരുന്നുള്ളൂ. എൻ്റെ റീസൺ എന്ന് പറയുന്നത്, എനിക്ക് ഞാൻ പറഞ്ഞില്ല പെയിൻ ഉണ്ടാകുന്ന അത് പിന്നെയും വരും. ഞാൻ കുറേ ഡോക്ടേഴ്സിനെ കണ്ട് കുറേ മരുന്ന് കഴിച്ചു, എന്നിട്ടൊന്നും രക്ഷയില്ല. അപ്പം ഞാൻ ഇന്നലെ ചെന്നപ്പോൾ ഹോസ്പിറ്റലിൽ പെയിനായിട്ട് പോയിട്ട് ചെന്നപ്പോൾ പറഞ്ഞു ഗൈനക്കോളജിസ്റ്റിനെ കൂടെ ഇന്ന് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ലിസി ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് വിചാരിച്ചാണ് പോകുന്നത്. അല്ലെങ്കിൽ വേറെ അവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗൈനക്കോളജിസ്റ്റിനെ കാണാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ലിതിമോൾ എറണാകുളത്തുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പെട്ടെന്ന് അങ്ങ് പോരുന്നത്, പിള്ളേരോടൊന്നും പറഞ്ഞില്ലായിരുന്നു പോകുന്ന കാര്യം. അപ്പോൾ ഞാൻ ഒരുങ്ങി ഇറങ്ങി. അപ്പോൾ ചെറിയൊരു ഇൻട്രോ കൊടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരെയും ഞാൻ ശരിക്കും മിസ് ചെയ്യും. അധികമൊന്നും ഈ വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് ഭയങ്കര സങ്കടമുണ്ട് എനിക്ക്. ഭയങ്കര വെയിറ്റ് ചെയ്യല് വേണ്ട എടുക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ പോകാമെന്ന് വിചാരിച്ചു. വേറൊന്നുമില്ല. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഇന്ന് പോകുന്നതിന്. ഇവരെയൊക്കെ വിട്ടിട്ട് ഇവരുടെ വെക്കേഷൻ സമയത്താണല്ലോ നമുക്കൊന്ന് അടിച്ചു പൊളിക്കാൻ പറ്റുന്നത്. ഞങ്ങൾക്കൊന്നും വേറെ പ്രശ്നം അതെ. അപ്പോൾ അടുത്ത വെക്കേഷൻ എന്തായാലും നമ്മൾ അടിച്ചു പൊളിക്കും. അത് നമ്മുടെ ചെറിയ വീഡിയോസൊക്കെ നമ്മൾ വിചാരിക്കുന്ന എന്തെങ്കിലും കണ്ടന്റ് വീഡിയോകളൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യണം. ഇനി വരുന്നവരുന്നു അതെ, ഞങ്ങൾ കണ്ടന്റ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ച, പക്ഷെ ഒന്നും നടക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചുണ്ട്, ആകാശുണ്ട്, നമ്മുടെ ജോയലുണ്ട്, ആശിഷ് എന്നല്ല ജോയലിൻ്റെ ശരിക്കും പേര്, പിന്നെ ക്രിസ്റ്റി, എബനേസർ എല്ലാവരും ഉണ്ട്. എല്ലാവരും മിസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എൻ്റെ എബനേസറിന്റെ വകയിൽ മിസ് യു ടു. ഓക്കെ, അവന്മാർ രണ്ടുപേരും ഭാഗമൊക്കെ എടുത്ത് നേരിടാ. നിനക്ക് ഭയങ്കര വെയിറ്റ് ആയിരുന്നു. എന്റെ ഭാഗമൊക്കെ തുണി മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പെയിൻ ആയതുകൊണ്ട് അവന്മാർ എൻ്റെ ഭാഗമൊക്കെ പിടിച്ച് തയ്ച്ച് എന്നെ താഴെ വരെ കൊണ്ടുവിടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിങ്ങ് വാടാ. അപ്പോൾ വരുന്നില്ലേ? നീ വരുന്നില്ലേ? സിറ്റിക്ക് വാ. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. ടാറ്റാ ടാറ്റാ ടാറ്റാ. ഞങ്ങള് പോവാണേ. അമ്മ പോയോടാ പണിക്ക്? ഇങ്ങോട്ട് പോടാ എൻ്റെ പൊന്നെ. ആ ഭാഗം വാ. ക്രിസ്മസിന് വരും. അന്നേരം നമുക്ക് കളിക്കാവേ. ക്രിസ്മസിനല്ല, അതിന് മുന്നേ വരും. നല്ല വെയിറ്റുള്ള ഭാഗം തൂക്കിയടാ. ഭയങ്കര വെയിറ്റടാ അതിന്. എപ്പുറത്തുനിന്ന് ബായ്. ഞാൻ എന്ന് വരുമെന്ന് അറിയത്തില്ലടാ. ചേച്ചി എത്ര വേഗം നടക്കുന്നോ അത്രയും വേഗം വരും. ചങ്ങനെ ഭയങ്കര വേഗം പോകുക. പോവുക. അമ്മച്ചി നാളെ വരത്തുള്ളൂ. ഈ ഹോസ്പിറ്റലിൽ പോകേണ്ടതുകൊണ്ട് ഞാൻ പോവാ. ഹോസ്പിറ്റലിൽ ഇവിടെ ആരും ഇല്ലേ? പണിയാൻ പോയോ? ഇവനെ നോക്കിയതാണോ? ഇവനെ ഞാൻ താഴെ വരെ കൊണ്ടുവരാം. പോട്ടെ ടാറ്റ. അയ്യോ, ആദ്യം വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങള് ടൂറിന് പോകുന്നതാണ്. ഞാൻ പോകുന്നില്ലടാ പൊട്ടൻ ചേർക്ക. കോഴിക്കോട് ഇല്ല കേട്ടോ, എറണാകുളമാണ്. ഞാൻ കോഴിക്കോട് പോവാ. ഡിസംബർ ആയിട്ട് വരില്ലേ? തപ്പലടാ ഇല്ല. ഡിസംബർ ആയിട്ടേ 1-ാം തീയതി വന്നോ നല്ലത്. എന്താ ഇവന്റെ അങ്ങനെ പറഞ്ഞോ? ഞാൻ നേരത്തെ വരൂടാ. ഞാൻ നവംബറൊക്കെ ആകുമ്പോഴത്തേനും. അന്ന് പിന്നെ നവംബർ ആകുമ്പോൾ ജോലി ആഘോഷിക്കുന്ന. അങ്ങനെ ഞാനത് ATM-ലേക്ക് പോകട്ടെ. അങ്ങനെ ATM-ൽ എത്തിയിട്ടുണ്ട്. വേഗം പൈസ എടുത്തിട്ട് പോവാം. അങ്ങനെ ക്യാഷ് എടുത്ത് പോകാനുള്ള ക്യാഷ് കേട്ടോ. എവിടെ പോയതാടാ? പച്ചക്കറി എടുക്കാനാ. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയിരിക്കുക കേട്ടോ. ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ചായ സീറ്റ് പൊറോട്ട. അപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് ഇന്ന് സീറ്റ് പൊറോട്ട ഉള്ളൂ. അതല്ലേ, ഞങ്ങൾ അവിടെ ചെന്നാലും സീറ്റ് പൊറോട്ട ഉണ്ടാവുള്ളൂ. അതാ കാര്യം. അതുകൊണ്ടാട്ടോ. അപ്പോൾ ശ്രീകുട്ടിന് അത് ഇഷ്ടമാണ്. ആദ്യം ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് സീറ്റ് പൊറോട്ട. നിങ്ങളുടെ അങ്ങോട്ടൊക്കെ കാണുമായിരിക്കും. നല്ല ടേസ്റ്റാട്ടോ. പക്ഷെ ഞാൻ കഴിക്കുന്നില്ല, കാരണം വണ്ടി ഇപ്പം തന്നെ വരുമായിരിക്കും. ഒരു ചായ കുടിച്ചിട്ട് അങ്ങ് ഓടി പോകാമെന്ന് വിചാരിച്ചു. ഉമ്മാരെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്നലെ 7 മണിക്കാണ് വീട്ടിൽ ചെന്നേ. എന്നിട്ട് നിന്നെ അടിച്ചോടാ? വഴക്ക് പറഞ്ഞോടാ?
ആ എന്താ വഴക്ക് പറഞ്ഞോ? ഇനി പോരെന്ന് പറഞ്ഞോ? ആ വലിയ ഇറക്കന്മാരായി. രാത്രി ആകുന്നതിന് മുന്നേ വീട്ടിൽ കയറണം. ഇപ്പം എനിക്കുള്ള ചായ എത്തിയിട്ടുണ്ടോ? ചായ കുടിച്ചോണ്ടിരിക്കും. ടാറ്റാ. ഇപ്പോൾ പോണേ. നമ്മൾ ദേമണ്ടി ചേട്ടൻ്റെ പതുപോലെ ബസ് വണ്ടിക്കാ പോകുന്നത്. ടാറ്റാ. ഓക്കെ ഓക്കെ പൊക്ക എന്നാ ശരി. അവന്മാരതേ നടന്നു ഇപ്പൊ അടുത്ത പ്രാവശ്യം കാണാൻ കേട്ടോ. ഇവിടുന്നാണോ വന്നത്? എന്നത് ഈ കാണുന്ന അവിടുത്താണ് നമ്മുടെ അനിമോള് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അവളുടെ അടുത്ത് പോയിരുന്ന് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞപ്പോഴാണ് ബസ് വന്നത്. എന്നിട്ട് ബസ് വന്നപ്പോഴത്തേക്കും ഞാൻ ഓടി കയറി. ലഗേജൊക്കെ ഉള്ളത് കൊണ്ട് എന്നെ കണ്ടക്ടർ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് കണ്ണ് തെളിച്ച് നോക്കിയപ്പോൾ അടിമാലിയിൽ ഇറങ്ങി. അവിടുന്ന് വേറെ ഒരു ബസ്സിന് കയറി കോതമംഗലത്ത് ഇറങ്ങി. ഇനി വയറ്റിലെ ബസ്സിനാണ് പോകേണ്ടത്. അങ്ങനെ നമ്മുടെ വയറ്റിലേക്കുള്ള ബസ് കുറേ നേരം കാത്തിരുന്ന ശേഷമാണ് വന്നത്. കുറേ നേരം പിന്നെ ഉറങ്ങുകയൊക്കെ ചെയ്തു. അങ്ങനെ നേരെ ഞാൻ വയറ്റിലെ ഹബ്ബിലെത്തിയിട്ടുണ്ട്. ഹബ്ബിൽ നിന്ന് ഇനി നേരെ അരൂർ പോകണം. അങ്ങനെ അരൂർ ഇറങ്ങി ശേഷം ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ ആ ഒരു ചായ കുടിച്ചിട്ട് ഇറങ്ങിയതാണ്. പിന്നെ വേറെ ഒന്നും കഴിച്ചിട്ടില്ല. സമയം ഏകദേശം 4-5 മണി ആവാറായിട്ടുണ്ട്. അങ്ങനെ കടയിൽ നിന്നൊരു കേക്ക് വാങ്ങി. മേടിച്ചപ്പോഴാണ് വിചാരിച്ചത് ദൈവമേ ഇത് വാങ്ങേണ്ടിയിരുന്നില്ല എന്ന്. കാരണം അതുപോലെ ഹാർഡായിട്ടുള്ള ഒരു കേക്കായിരുന്നു. ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എന്തൊക്കെയോ കാണിച്ച് കുറച്ച് കഴിച്ചിട്ട് ബാക്കിയോടെ വെച്ചു. പിന്നെ ചായ കുഴപ്പമില്ലായിരുന്നു. ചായ കുടിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ആദി ഇപ്പൊ എന്റെ പൊടേ ഇനി കളിച്ചു വന്നോടി. എനിക്ക് കാണാൻ വയ്യേ? എന്തു പറ്റി? വന്നില്ലേ നീ? ആദിക്കുട്ടനെ കണ്ടേ. ആദ്യം എടുക്കൂ. ആദി നാളെ കഴിഞ്ഞ് കോഴിക്കോട് പോവും. ആദി കൊല്ലം പോയി. കഴിഞ്ഞ വെക്കേഷന് ഇടുക്കി വീട്ടിൽ പോയി. പിന്നെ കൊല്ലം വീട്ടിൽ പോയി. പിന്നെ അടിമാലി വീട്ടിൽ പോയി. പെരുമ്പാവൂർ കുരുളാസിറ്റി വീട്ടിൽ പോയി. അത് പിന്നെ ഇടുക്കി വീട്ടിൽ കൂട്ടിയാൽ മതി. ഇനി കോഴിക്കോടായി വെക്കേഷന് പോകുന്നത്. അന്നേരം കൂട്ടുകാരോട് പറയാമല്ലോ, അയ്യോ ഞാൻ കോഴിക്കോട് പോയി ബീച്ചിൽ പോയെന്നൊക്കെ. അതല്ല വെല്ലാണ്ടി വാടക വീട് മാറി മാറി പോകും. ആ വെല്ലാണ്ടി വാടക വീട് മാറി. വെല്ലാണ്ടി നടക്കണ്ടേ വേഗം? വാടക വീട് മാറി മാറി തിരുവനന്തപുരം വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ ആദി. ആദി കുറെ തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, കോഴിക്കോടൊക്കെ പോവാ. അപ്പോൾ ഞാനിവിടെ വന്നെത്തിയിട്ടുണ്ട്. വേറെ പുതിയ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നില്ല. നാളെ പോകാമെന്ന് വിചാരിച്ചു. ഒത്തിരി ലേറ്റായി വന്നപ്പോൾ വണ്ടി കിട്ടിയില്ല. അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ. അപ്പോൾ നാളെ എന്തിന് യാതൊരു കയറുന്നു. അതാണ് പരിപാടി. അപ്പോൾ ഓക്കെ ബൈ ബൈ പറയടാ. മതി അന്ന് ഡ്രസ്സൊക്കെ മാറി. അപ്പം കഴിക്കാനായിട്ട് നമ്മുടെ പപ്പായ അവിടുത്തെ കപ്പളങ്ങ പഴം തന്നെ കേട്ടോ അത് കഴിക്കുകയാണ്. ഞാൻ അവിടുന്ന് ചായ കുടിച്ചിട്ട് വന്നുകൊണ്ട് വേറെ ഫുഡൊന്നും വേണ്ട.